പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് ദാരിദ്ര്യവും സമ്പത്തും അയക്കുന്നു. അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, ദരിദ്രനെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് ഉയർത്തുന്നു. അവൻ അവരെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തി ബഹുമാനത്തിൻ്റെ സിംഹാസനം അവകാശമാക്കി കൊടുക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കർത്താവിൻ്റേതാകുന്നു. അവയിൽ അവൻ ലോകത്തെ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ തൻ്റെ വിശ്വസ്ത ദാസന്മാരുടെ പാദങ്ങളെ കാക്കും. എന്നാൽ ദുഷ്ടന്മാർ ഇരുട്ടിൻ്റെ സ്ഥലത്ത് നിശബ്ദരാകും. നല്ലവനായ ദൈവമേ, അങ്ങേ തൃപ്പാദങ്ങളിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ഒരുവൻ ജയിക്കുന്നത് ശക്തി കൊണ്ടല്ല. കർത്താവിനെ എതിർക്കുന്നവർ തകർന്നു പോകും. അത്യുന്നതൻ സ്വർഗത്തിൽ നിന്ന് ഇടിമുഴക്കും. കർത്താവ് ഭൂമിയുടെ അറ്റങ്ങൾ വിധിക്കും. അവൻ തൻ്റെ രാജാവിനെ ബലപ്പെടുത്തുകയും തൻ്റെ അഭിഷിക്തൻ്റെ കൊമ്പിനെ ഉയർത്തുകയും ചെയ്യും. പിതാവായ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ അചഞ്ചലമായ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞതിനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിലേക്ക് പകർന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും കൂടുതൽ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസത്താൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കഷ്ടപ്പാടുകളിൽ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആവശ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, അങ്ങേ പുത്രൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി ആശ്ലേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അങ്ങേ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരണമേ. അങ്ങേ പുത്രൻ്റെ നാമത്തിലാണ് ഈ നിമിഷം പരിശുദ്ധാമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്. പരിശുദ്ധാമ്മേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായ ഭാവിയെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപത്താൽ കളങ്കമില്ലാത്ത വിശുദ്ധ ശരീരങ്ങളുമായി നിത്യതയിലേക്കും അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ വീണുപോയ ലോകത്തിൽ ജീവിതത്തിലെ നിരവധി സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോടൊപ്പം വസിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങളുടെ ആത്മാക്കളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. അവിടുത്തെ ദാനങ്ങളും ഫലങ്ങളും ഞങ്ങളിൽ നിറയ്ക്കണമേ. യേശുവിനെ ഞങ്ങളിൽ ജീവിക്കുവാൻ അനുവദിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിന് സന്തോഷം നൽകുവാൻ ഞങ്ങളെ ഉപയോഗിച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദുർബലമായ തളർന്ന ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും നിരുത്സാഹത്തിനുമിടയിൽ ഞങ്ങളെ എപ്പോഴും നല്ല ധൈര്യമുള്ള സേവകരാക്കി മാറ്റുന്നത് തുടരണമേ. പരിശുദ്ധാമ്മേ, അങ്ങേ പുത്രൻ്റെ വചനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വെളിപ്പെടുത്തിയ മഹത്തായ കാര്യങ്ങൾ വാഗ്ദാനങ്ങളിൽ വിശ്രമം കണ്ടെത്തുന്നതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ ദുർബലരാണെന്നും ഞങ്ങൾക്ക് അങ്ങേ സഹായം ആവശ്യമാണെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളുടെയും കുറ്റങ്ങളുടെയും കണക്ക് അവിടുന്ന് വിധിക്കുന്ന ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രൻ്റെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരല്ലെങ്കിലും ക്രൂശിക്കപ്പെട്ട അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളുടെ കുറ്റബോധവും നാണക്കേടും കുരിശിൽ തറച്ചതിന്
നന്ദി പ്രകടിപ്പിക്കുവാൻ പോലും ഞങ്ങൾക്കാവില്ല. പരിശുദ്ധാമ്മേ, അങ്ങേ പുത്രൻ്റെ അത്ഭുതകരമായ അചഞ്ചലമായ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞതിനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിലേക്ക് പകർന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടപ്പാടുകളിൽ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ ആവശ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി പ്രാർത്ഥിക്കണമേ. പാപത്താൽ കളങ്കമില്ലാത്ത വിശുദ്ധ ശരീരങ്ങളുമായി നിത്യതയിലേക്ക് അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാമ്മേ, ഈ വീണുപോയ ലോകത്തിൽ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കുറവുകളും അവിടുന്ന് ക്ഷമിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ മുറിവുകൾ ഉണക്കട്ടെ, ഞങ്ങളുടെ ജീവിതത്തിന് നവോന്മേഷം പകരട്ടെ. ഞങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് സഹായത്തിനായി ഈ നിമിഷം അമ്മയുടെ സാന്നിധ്യം ഞാൻ ആവശ്യപ്പെടുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ കഷ്ടതയുടെ കാലത്ത് ഞങ്ങൾ തനിച്ചല്ല എന്ന ഉറപ്പ് ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. എല്ലാ കൃപകളുടെയും ഉറവിടമായ പരിശുദ്ധ മാതാവേ, ഞങ്ങളെല്ലാവരെയും സ്നേഹത്തോടും ആർദ്രതയോടും കൂടി സ്വീകരിക്കുന്ന കരുണയുള്ള അമ്മയാണ് അവിടുന്ന്. അമ്മയുടെ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മേലങ്കിയിൽ പൊതിഞ്ഞ നിരാശരായ ഞങ്ങളുടെ മേൽ അമ്മയുടെ കരങ്ങൾ നീട്ടുവാൻ ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും അവിടുന്ന് അറിയുന്നുവല്ലോ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങേ പുത്രൻ വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് രോഗശാന്തിയും സമാധാനം നൽകട്ടെ. നഷ്ടപ്പെട്ടവരും നിരാശരും വേദന അനുഭവിക്കുന്നവരുമായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പാതകൾ പ്രകാശിപ്പിക്കണമേ. ജീവിതത്തിൻ്റെ യഥാർത്ഥാർത്ഥം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ഏറുന്ന ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഓ പരിശുദ്ധ അമ്മേ, ശാരീരികവും ആത്മീയവുമായ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങൾക്കും എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഈ നിമിഷം അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തകർന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശ്വാസവും പ്രത്യാശയും നൽകി പുനഃസ്ഥാപിക്കണമേ. കഷ്ടതയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ വേദനകളും ഉത്കണ്ഠകളും അകറ്റുവാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രതീക്ഷകളെ പുതുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം കൊണ്ടു നിറയ്ക്കണമേ. ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഓ സ്നേഹനിധിയായ അമ്മേ, സംഘർഷങ്ങളും ഭിന്നതകളും നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മ സ്നേഹത്തോടെ ആശ്ലേഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അകന്നിരിക്കുന്ന ഹൃദയങ്ങളെ ഒരുമിപ്പിക്കണമേ. അനുരഞ്ജനവും സമാധാനവും എല്ലാ ഹൃദയങ്ങളിലും കൊണ്ടുവരണമേ. പ്രതിസന്ധിയിലുള്ള എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ. അമ്മയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ വീടുകളിൽ ഐക്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സംരക്ഷകയും മധ്യസ്ഥയുമായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനൊപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മയുടെ ശക്തമായ മധ്യസ്ഥത നിരാശരായ ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ. എല്ലാവരെയും ആശ്വസിപ്പിച്ചും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർമ്മിപ്പിച്ചും
അമ്മയുടെ മാതൃസാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ ഒരിക്കലും ഉത്തരം നൽകാതെ വിടരുതെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഓ മറിയമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്നറിഞ്ഞുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശവും സ്നേഹവും പരത്തുകയും ചെയ്യട്ടെ. ദൈവിക രക്ഷകൻ്റെ മാതാവായ പരിശുദ്ധാമ്മേ, നിരാശരായിരിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. രോഗശാന്തിക്കായി അമ്മയുടെ സഹായം തേടി ഞങ്ങൾ തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയിലേക്ക് ഉയർത്തുന്നു. അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള മധ്യസ്ഥ അമ്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ കാരണങ്ങളും ഉത്കണ്ഠകളും ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പാപികളുടെ സങ്കേതവും ദുരിതം അനുഭവിക്കുന്നവരുടെ ആശ്വാസവുമായ പരിശുദ്ധ അമ്മേ, ഈ ദുരിതകാലത്ത് ഞങ്ങളുടെ സഹായത്തിനെത്തുവാൻ ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ കൊടുങ്കാറ്റുകളും ശമിപ്പിക്കുവാനും അസ്വസ്ഥമായ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാനും അമ്മ അനുകമ്പയും കരുണയുമുള്ള അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ അടിച്ചമർത്തുന്ന എല്ലാ നിരാശയിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞാൻ ഈ നിമിഷം യാചിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രമാണ് അവിടുന്ന്. ശാരീരികവും വൈകാരികവും ആത്മീയവുമായ രോഗശാന്തി തേടുന്ന ഞങ്ങൾക്കും എല്ലാവരുടെയും മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ അന്ധകാരത്തെ അകറ്റുകയും ഞങ്ങൾക്ക് നവോന്മേഷം നൽകുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ഓ പരിശുദ്ധ മാതാവേ, വിശ്വാസത്തിൻ്റെ മാതൃകയും ദൈവഹിതത്തോടുള്ള വിധേയത്വവും പ്രാർത്ഥനയുടെ ശക്തിയിലും സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരാശയിൽ കഴിയുന്ന എല്ലാവരുടെയും മേൽ രോഗശാന്തിയുടെയും സാന്ത്വനത്തിൻ്റെയും അനുഗ്രഹം ചൊരിയേണ്ടതിന് അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഓ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം അചഞ്ചലമായിരിക്കട്ടെ. ദുരിതബാധിതരുടെ സാന്ത്വനമായ പരിശുദ്ധ മറിയമേ, ഏറ്റവും വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി ഗുരുതരമായ അസുഖം മൂലം ശാരീരിക വേദന, അഗാധമായ ദുഃഖം, അനിശ്ചിതത്വം എന്നിവ നേരിടുന്നവർക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ. സ്നേഹമുള്ള അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നിരാശയും ഉത്കണ്ഠയും വേദനയും നീക്കം ചെയ്യുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അമ്മയുടെ കരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നതിനുള്ള കൃപ നൽകുകയും ചെയ്യണമേ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും പാതയിൽ ഞങ്ങളെ നയിക്കണമേ. അങ്ങനെ എല്ലാ പ്രതിസന്ധികളിലും വിശ്വാസത്തിൻ്റെ വിജയത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. രോഗശാന്തിക്കും നിരാശയിൽ നിന്നുള്ള വിടുതലിനും വേണ്ടി നിലവിളിക്കുന്ന
എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. എല്ലാവരും അമ്മയുടെ ശക്തമായ മധ്യസ്ഥത അനുഭവിക്കുകയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പുതുക്കപ്പെടുകയും ചെയ്യട്ടെ. ഓ മറിയമേ, ഞങ്ങളുടെ സ്നേഹനിധിയായ മാതാവേ, അമ്മയുടെ സംരക്ഷണത്തിലും മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ അനുഗമിക്കുവാൻ ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. പരീക്ഷണ സമയങ്ങളിൽ ഞങ്ങളെ പിന്തുണയ്ക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾക്കാവശ്യമുള്ള സമാധാനവും പ്രത്യാശയും നൽകിക്കൊണ്ട് അമ്മയുടെ മാതൃസാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മറിയം, കരുണയുടെ മാതാവേ, നിരാശരായവരുടെ രോഗശാന്തിക്കായി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഞങ്ങൾ തുടർന്നും അമ്മയോട് ഞങ്ങളുടെ അപേക്ഷകൾ ഉയർത്തുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ആശ്വാസത്തിനും സാന്ത്വനത്തിനും വേണ്ടി നിലവിളിക്കുന്ന ഓരോ വ്യക്തിയുടെയും മേൽ അമ്മയുടെ സ്നേഹപൂർവകമായ കരം നീട്ടണമേ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മറിയമേ, അമ്മയുടെ ആർദ്രതയും അനുകമ്പയും ഞങ്ങളിലേക്കൊഴുക്കണമേ. അസഹനീയമായ വേദനയുടെയും ദുരന്തങ്ങളുടെയും നടുവിൽ കഴിയുന്നവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തിൻ്റെയും സുരക്ഷിതമായ അഭയത്തിൻ്റെ ഉറവിടം അമ്മയിൽ ശക്തിയും പ്രത്യാശയും കണ്ടെത്തുന്നതിന് ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളും പരിമിതികളും അമ്മയ്ക്കറിയാം. രോഗശാന്തിയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ശാരീരികമോ ആത്മീയമോ ആയ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ പ്രിയപ്പെട്ട പുത്രൻ്റെ മുൻപാകെ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാമ്മേ, ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രോഗശാന്തിയും സമാധാനവും നൽകിക്കൊണ്ട് അങ്ങേ പുത്രൻ്റെ കരുണ ഞങ്ങളിൽ ചൊരിയുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഓ സ്നേഹനിധിയായ മാതാവേ, പീഡിതരും നിസ്സഹായരുമായ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ അമ്മയുടെ സംരക്ഷണമേലങ്കിയാൽ ആലിംഗനം ചെയ്യണമേ. എല്ലാ രോഗികളെയും അനുകമ്പയോടെ നോക്കണമേ. വേദനയിൽ നിന്ന് മോചിപ്പിക്കുകയും രോഗികളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യണമേ. നികത്താനാവാത്ത നഷ്ടം നേരിടുന്നവരെ അമ്മയുടെ മാതൃസ്നേഹത്താൽ പൊതിഞ്ഞ ആശ്വാസം നൽകണമേ. പരിഹാരമില്ലെന്ന് തോന്നുന്ന അസാധ്യമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ മാതാവേ മാധ്യസ്ഥം വഹിക്കണമേ. രക്ഷകന്റെ മാതാവാകാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ അമ്മയുടെ മുൻപിൽ ഒന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. രോഗശാന്തിയുടെയും വിമോചനത്തിൻ്റെയും ഏറ്റുമുട്ടലിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പാലമാക്കുവാൻ അമ്മയുടെ ശക്തമായ ഇടപെടൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, അമ്മയുടെ സഹായം ഞങ്ങളുടെ വിശ്വാസത്തെയും ദൈവത്തിലുള്ള ഞങ്ങളുടെ ശക്തിയെയും ദൃഢമാക്കട്ടെ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്കാവശ്യമായ ആശ്വാസവും പ്രത്യാശയും അമ്മയിൽ കണ്ടെത്തുന്നതിനുള്ള അമ്മയുടെ മധ്യസ്ഥയുടെ ശക്തിക്ക് ഞങ്ങൾ ജീവിക്കുന്ന സാക്ഷികളായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കൈകളിലേക്കെടുത്ത് അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന് സമർപ്പിക്കണമെന്ന് പരിശുദ്ധാമ്മേ അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തൻ്റെ അനന്തമായ നന്മയിൽ ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും നിരാശരായവർക്ക് രോഗശാന്തി നൽകുകയും ചെയ്യട്ടെ. അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ശാശ്വതമായ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ സ്തുതി പറയുന്നു. പരിശുദ്ധാമ്മേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ മേലുണ്ടാകണമേ. പരിശുദ്ധാമ്മേ, എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ പൊതിഞ്ഞ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്.
ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.